നിത്യം ഒളി വീശുന്ന സൂര്യനായി ശ്രീപാദമിതു ശോഭ പകരുന്ന മാർഗദീപം ഷിർദി ജയ് സായിറാം. ഷിർദി ജയ് സായിറാം, ഷിർദി ജയ് സായിറാം, ഷിർദി ജയ് സായിറാം, ഷിർദി ജയ് സായിറാം. നീയാണതിശയ മാനവ മന്ത്രം ജയ് സായിറാം, ആശ്രിതവത്സർക്കരുളും അഭയം ജയ് സായിറാം. ദ്വാരകാമായി ദിവ്യസ്വരൂപം രക്ഷാകവചമി പാവനനാമം സായിറാം സായിറാം. ജയ് സായിറാം, ജയ് സായിറാം, ഷിർദി ജയ് സായിറാം, ഷിർദി ജയ് സായിറാം. സർവഭക്തർക്കും ഗുരുനാഥനോ കരുണാമയൻ തൻ അവതാരമോ. സർവഭക്തർക്കും ഗുരുനാഥനോ കരുണാമയനിതൻ അവതാരമോ. സഫലതയേകുമി സാഗര തീർത്ഥമോ ജയ് സായിറാം, ജയ് സായിറാം. സഫലതയേകുമി സാഗര തീർത്ഥമോ സമസ്ത ഭൂവിനും ശരണാലയമോ. വിശ്വഗുരു നീ മുജ്ജന്മ പുണ്യം ഷിർഡി ജയ് സായിറാം, ഷിർഡി ജയ് സായിറാം. പലവിധ ഭാരങ്ങളുലകിൽ പെരുകിൽ മംഗളമരുളും പാവനരൂപം. പലവിധ ഭാരങ്ങളുലകിൽ പെരുകിൽ മംഗളമരുളും പാവനരൂപം. സച്ചിദാനന്ദ ദിവ്യ വൈഭവം ജയ് സായിറാം, ജയ് സായിറാം. സച്ചിദാനന്ദ ദിവ്യ വൈഭവം സർവാരാധ്യ പ്രഭാമയ രൂപം. സദ്ഗുണശോഭിത വരപ്രസാദം ഷിർദി ജയ് സായിറാം, ഷിർദി ജയ് സായിറാം, ഷിർദി ജയ് സായിറാം, ഷിർദി ജയ് സായിറാം. നീയാണതിശയ മാനവ മന്ത്രം ജയ് സായിറാം, ആശ്രിതവത്സർക്കരുളും അഭയം ജയ് സായിറാം. ദ്വാരകാമായി ദിവ്യസ്വരൂപം രക്ഷാകവചമി പാവനനാമം സായിറാം സായിറാം. ജയ് സായിറാം, ജയ് സായിറാം, ഷിർദി ജയ് സായിറാം, ഷിർദി ജയ് സായിറാം. സായിറാം സായിറാം, ഷിർദി ജയ് സായിറാം, സായിറാം സായിറാം, ഷിർദി ജയ് സായിറാം, സായിറാം സായിറാം, ഷിർദി ജയ് സായിറാം, സായിറാം സായിറാം, ഷിർദി ജയ് സായിറാം. ആത്മാവിൽ നിത്യം ഒളി വീശുന്ന സൂര്യനായി ശ്രീപാദമിതു ശോഭ പകരുന്ന സച്ചിദാനന്ദ മഹാരാജ് കീ ജയ്.
എടാ, ആരാടാ ഈ ചെക്കൻ ഇവിടെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നേ? ഇത്ര ഇരുട്ടത്തും ആ ചെക്കൻ ആ മരത്തിന്റെ ചോട്ടിൽ തന്നെ ഇരിക്കുകയാടാ. ഇതെന്തൊരു കഷ്ടാ. ഈ കുട്ടി ആര്യവേപ്പിന്റെ കീഴിൽ എത്ര നാളിങ്ങനെ ഇരിക്കും? അയ്യോ, വിശപ്പ് സഹിക്കാതെ പ്രാർത്ഥന പോലെ ഇല തിന്നുന്നത് കണ്ടില്ലേ? ഈ ചപ്പാത്തി കഴിക്ക, മോന്റെ വിശപ്പ് മാറട്ടെ. ചേച്ചി, എന്റെ മോൻ പശുക്കളെ കൊണ്ട് കാട്ടിൽ പോയത്. അവൻ അവിടെ എങ്ങനെ ഇരിക്കുന്നേന്ന് അറിയില്ല. അവൻ എങ്ങനെ തിരിച്ചു വരുമെന്ന് അറിയില്ല. എന്റെ മകനും ആടിനെ മേയ്ക്കാൻ പോയതോ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ, കണ്ണു കാണാത്തവനാണേ, രക്ഷിക്കണേ കൃഷ്ണ. എവിടെയാ എവിടെയാ ഈ അന്ധനെ? രക്ഷിക്കണേ രക്ഷിക്കണേ കൃഷ്ണ. മുകുന്ദ മുരാരി, നീ തന്നെ രക്ഷിക്കാനുള്ളൂ. രക്ഷിക്കണേ കൃഷ്ണ കൃഷ്ണ. അയ്യോ അയ്യോ അയ്യോ, എന്ത് കാറ്റേത് കൃഷ്ണ. രക്ഷിക്ക് 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 കൃഷ്ണ. അവിടെ കുഴിയുണ്ട്, വീഴും. കൃഷ്ണ മുകുന്ദ, വന്നോ, നീ വന്നോ കൃഷ്ണ മുകുന്ദ മുരാരി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഗോവിന്ദ, എന്നെ രക്ഷിക്കാൻ വന്നോ കൃഷ്ണ? എന്നെ രക്ഷിക്കാൻ നീ വന്നോ? കൃഷ്ണ മുകുന്ദ, കൃഷ്ണ കൃഷ്ണ, നീ എവിടെയാ കൃഷ്ണ? കൃഷ്ണ കൃഷ്ണ, കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ എവിടെ പോയി കൃഷ്ണ? എന്റെ കൃഷ്ണ മുകുന്ദ മുരാരി, നീ എവിടെയാ കൃഷ്ണ? ഈ ദരിദ്രനെ രക്ഷിക്ക് കൃഷ്ണ. ഒന്ന് കൺമുന്നിൽ വാ കൃഷ്ണ, ഒന്ന് കൺമുന്നിൽ വാ. ഈ കുട്ടി എങ്ങനെയാ ധ്യാനിക്കുന്നത് നോക്കി. ആരോടൊന്നും മിണ്ടുന്നുമില്ല. നാട്ടില് നിശബ്ദമായിട്ട് വന്നു പോകുന്നു. ഇങ്ങനെയൊന്ന് ധ്യാനിക്കുകയും ചെയ്യുന്നു. എന്തിനാണെന്ന് നിനക്ക് വല്ലതും മനസ്സിലായോ? നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കെങ്ങനെ മനസ്സിലാവും? ആരെങ്കിലും അവനോടൊന്ന് സംസാരിക്കും. മോനോടാ ചോദിച്ച, വീട് എവിടെയാ? മോനെ, കണ്ണു തുറന്ന് എന്തെങ്കിലും പറ. എന്താ മോനെ, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. മോനെ, കണ്ണു തുറന്നെന്തെങ്കിലും സംസാരിക്കേ. മോനെ, നിന്റെ പേരെന്താണെന്നെങ്കിലും പറ. അതെ, കണ്ണടച്ചിരിക്കാണ്ട് എന്തെങ്കിലും ഒന്ന് പറയും മോനെ.
നോക്കി കണ്ണൂറും നോക്കി. എന്താ ഇത്? നമ്മളങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ ഒന്നും പറയാതെ പോവാണല്ലോ. ഇത്ര പേരും ചോദിച്ചിട്ട് ഒന്നും പറയാതെയാണല്ലോ പോകുന്നേ. ആരാ മോനെ നീ? എനിക്ക് ദൈവത്തിന്റെ അരുൾപ്പാടുണ്ടായി. അയ്യോ ഭഗവാനെ, സ്വാമി സ്വാമി, ഇപ്പൊ പോയ ആ മകൻ ആരാ സ്വാമി? അവൻ ദൈവത്തിന്റെ മകനാ. ഇവിടെ വർഷങ്ങളായി തപസ് ചെയ്യുകയാ. ഈ വേപ്പ് മരം ആ മകന്റെ ഗുരുസ്ഥാനിയാ. സംശയമുണ്ടെങ്കിൽ ഇവിടെ കുഴിച്ചു നോക്ക്. കുഴിച്ചു നോക്ക്. ആ മകൻ ഒരു സാധാരണ കുട്ടിയല്ല. ഇത് പവിത്രമായ സ്ഥലമാ. അതൊക്കെ കുഴിക്ക്. തുറക്ക്. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു അത്ഭുതമായത്. നിങ്ങളെ കണ്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലേ? ഇനി അത് മൂടിയേക്ക്. ഇല്ലെങ്കിൽ നാട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഞാൻ പറയുന്നത് കേൾക്ക്. അത് മൂടിയേക്ക്. ആ പൂജാരിയെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവാ. നമുക്ക് വെള്ളം തളിക്കാം. ചേച്ചി, എനിക്ക് ആ കാര്യം ആലോചിക്കും തോറും അതിശയം തോന്നുവാ. ആ കുട്ടി ആ മരച്ചോട്ടിലിരുന്ന് തപസ് ചെയ്യുന്നതൊന്ന് കാണേണ്ടത് തന്നെയാ. ശരിയാ, ആ ചൈതന്യം കണ്ടാ ഷിരഡിയിൽ എന്തോ വലിയ നന്മ വരാൻ പോകുന്ന പോലെയുണ്ട്. ഈ ചെറുപ്രായത്തിൽ ആ കുട്ടി തപസ് ചെയ്യുമെന്ന് ആ പൂജാരി പറഞ്ഞത് സത്യമായി. ആ കുട്ടിക്ക് നല്ല സിദ്ധിയുണ്ട്. ഇനിയും ആ കുട്ടിയെ നേരിട്ട് കണ്ടാൽ ആ കാലിൽ വീണ് നമുക്ക് നന്മ വരാൻ അനുഗ്രഹം വേണം. ശരിയാ ചേച്ചി, ചേച്ചി പറഞ്ഞ സത്യ. നമുക്ക് ദിവസവും ആര്യവേപ്പിന്റെ ചോട്ടിൽ പോയി തൊഴുതിട്ട് നമുക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്തുപറ്റി? എവിടുന്നാ വരുന്നേ? നിങ്ങൾ നാടിയുറ്റി വരുവാണോ? അങ്ങനെ പൊറുപൊറുക്കാണ്ട് തെളിച്ചു പറഞ്ഞാ ഞങ്ങൾക്കൂടെ മനസ്സിലാവില്ലേ? പറയാൻ എന്തിരിക്കുന്നു, നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്. കണ്ടാൽ സാക്ഷാൽ ആ ദൈവത്തെ പോലെയുണ്ട്. അങ്ങനെയോ? സത്യമായിട്ടും ആ പയ്യൻ എവിടെയാ ഉള്ളേ? ആ ആര്യവേപ്പിന്റെ ചുവട്ടിലാ. നമ്മുടെ പൂജാരിയുടെ ദേഹത്ത് ഭഗവാന്റെ വെളിപാടുണ്ടായി. ആ കുട്ടി ദൈവത്തിന്റെ മകനാണെന്ന് പറഞ്ഞു. ആ വേപ്പമരത്തിനടുത്ത് കുഴിച്ചപ്പോ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകളും കണ്ടു. സത്യമാണോ? സത്യം. ശരി, വാ പോയി നോക്കാം. ഇപ്പൊ ആ കുട്ടി അവിടെ ഇല്ല, എങ്ങോട്ടോ പോയി. തിരിച്ചെപ്പ വരും? എപ്പ വരുമോ എന്തോ, ആർക്കറിയാം.
ഇനി വരുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ആ കുട്ടിയെ പോയി കാണാം. വാ പോവാ. ചേച്ചി. അതിശയമായിരിക്കുന്നല്ലോ, ഒരു കുട്ടി തപസ് ചെയ്യുന്നെന്നോ. ഇതിൽ അതിശയം എന്തായിരിക്കുന്നേ? ഏത് പൊറ്റിൽ ഏത് പാമ്പാന്ന് ആർക്കറിയാൻ പറ്റും? അവിടെ നമ്മുടെ കൂടെ ഇരുന്നവൻ ദാ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. എന്ത് മായയാണല്ലേ ഇത്. എടാ ഒച്ച ഉണ്ടാക്കല്ലടാ, അവൻ നമ്മളെ പോലെ അല്ല, ദൈവത്തിന്റെ ആളാ. അതേടാ നമ്മുടെ പൂജാരി പറഞ്ഞതല്ലേ. വാടാ, നമ്മുടെ ഒച്ച കേട്ടവൻ കണ്ണു തുറന്നാലോ. അമ്മേ, ആ മരത്തിന്റെ ചോട്ടിൽ അവനുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് വരാം അമ്മേ. വേണ്ട മോനെ, രാത്രി കാലങ്ങളിൽ കുട്ടികൾ ആ മരത്തിന്റെ ചോട്ടിലേക്ക് പോവാൻ പാടില്ല. ആ എന്താ അമ്മേ? ആ കുട്ടി രാത്രിയിലും തപസ്സിരിക്കാം. ചെറിയ കുട്ടികൾ പോയാൽ പേടിക്കും. ശരി അമ്മേ, ഞാൻ പോകുന്നില്ല. രാവിലെ പോയി കണ്ടോളാം. രാത്രിയായി കിടന്നോ.
ആ കുട്ടി എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇനി ഇവിടെ എങ്ങനെ ഇരിക്കും? കുട്ടിയാണെന്ന് നോക്കാതെ ശ്വാസം പോലും വിടാൻ സമ്മതിക്കാതെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് വിഷമിപ്പിച്ചില്ലേ? നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതാ ഇവിടുന്ന് പോയത്. ഇനിയെങ്കിലും ഈ സ്ഥലം ഭക്തിയോടെ പൂജ ചെയ്യാൻ ശീലിക്ക്. ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പോയ ആ മകൻ ലോകത്തില് തന്നെത്താനെ ദർശനം ചെയ്തിട്ട് അതിൽ തൻ്റെ പ്രതിബിംബവും ദർശനം ചെയ്തിട്ട് നമ്മുടെ ഈ അഖണ്ഡ ലോകത്തിൽ കാലത്തെപ്പോലും തൻ്റെ അധീനതയിൽ നിർത്തിക്കൊണ്ട് ലോകയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ലോകം ആ മഹാനെ തന്നിൽ നിറച്ചുകൊണ്ട് അവരോട് ചേർന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആ മകനിലൂടെ ദർശനം നൽകി അടുത്ത കാലഘട്ടത്തിൽ പരിപൂർണ ജ്ഞാനത്തിൻ്റെ പ്രതിബിംബമായ ആ യുവാവ് ശ്രീ ദക്ഷിണാമൂർത്തിയായി രൂപം കൊണ്ട് ശ്രീ ദത്താത്രേയയുടെ തേജസ്സോടെ പിന്നെ ഒരു പ്രാവശ്യം എല്ലാ സൃഷ്ടികൾക്കും സാകാര ശകുന രൂപത്തിൽ ദർശനം തരാൻ പോകുകയാണ് ഷിർദി സായിനാഥൻ. യുവാവായി നമുക്കെല്ലാവർക്കും ദർശനം തന്ന് അടുത്ത കാലഘട്ടത്തിൽ ദൈവമായി രൂപമെടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കാൻ പോകുകയാണ്. ആ കുട്ടി പരിപൂർണ ജ്ഞാനം നേടി യുവാവായി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഷിർഡി ഗ്രാമം ദേവിദാസ്. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. അങ്ങനെയാണെങ്കിൽ വിദ്യയിലൂടെയും വിവേകത്തിലൂടെയും ജ്ഞാനം കിട്ടിയ അറിവ്, സുഖദുഃഖങ്ങൾക്കതീതമായ മനസ്സിൻ്റെ കരുത്ത്, പ്രശസ്തി, ധൈര്യം, നിർലജ്ജാവസ്ഥ, ആരോഗ്യകരമായ ജീവിതം, മനസ്സിൻ്റെ സഹാനുഭൂതി എന്ന ഗുണം, സംസാരിക്കാനുള്ള പാടവം, ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഹനുമാനെ ധ്യാനിച്ചാൽ നമുക്ക് ലഭിക്കും. വാൽമീകി രാമായണത്തിൽ ഹനുമാൻ കിഷ്കിന്ധ കാണ്ഡത്തിൽ വന്ന് സുഗ്രീവന്റെ ദൂതനായി രാമലക്ഷ്മണന്മാരുടെ മുന്നിലെത്തി അവരെ കാണുമ്പോൾ ആ സന്ദർഭത്തിൽ വാൽമീകി മഹർഷി ഹനുമാനെ വാക്സാമർഥ്യമുള്ള ആളാണെന്ന് പരിചയപ്പെടുത്തുന്നു. അങ്ങനെയാകുമ്പോൾ മറ്റൊരാളോട് ഏത് സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് അറിയുന്നവനാണ് ഹനുമാനെന്ന് വാൽമീകിയുടെ അഭിപ്രായം. ആ വിധത്തിലാണ് ഹനുമാൻ രാമായണത്തിൽ നമുക്ക് ദർശനം തരുന്നത്. സുഗ്രീവന്റെ ദൂതനായ ഹനുമാൻ തൻ്റെ വാക്സാമർഥ്യം കൊണ്ട് ശ്രീരാമ ഭഗവാനോടൊപ്പം ചേരുന്നു. ധൈര്യമുളവാക്കുന്ന വാക്കുകൾ കൊണ്ട് സുഗ്രീവനെ ഹനുമാൻ ആശ്വസിപ്പിക്കും. കരുണയുള്ള വാക്കുകൾ കൊണ്ട് ലങ്കയിൽ കഴിയുന്ന സീതയ്ക്ക് ആശ്വാസം നൽകും. സീതയുള്ള സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ കെട്ടിപ്പിടിക്കുവാനുള്ള ഭാഗ്യം ഹനുമാന് വന്നു ചേർന്നു. ഇത്രയും നല്ല ഗുണവാനായ ഹനുമാനെ ശ്രീരാമചന്ദ്രൻ ആദ്യമായി കണ്ട സന്ദർഭത്തിൽ തന്നെ ഹനുമാന്റെ സംസാരം കേട്ട് ആശ്ചര്യപ്പെട്ട് ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു: ഷിർദിയിൽ നീ സായിറാം, വൃദ്ധിയിൽ നീ മായിറാം. ഷിർദിയിൽ നീ സായിറാം, വൃദ്ധിയിൽ നീ മായിറാം. ഷിർദിയിൽ നീ സായിറാം, വൃദ്ധിയിൽ നീ മായിറാം. നോക്കൂ സർവ്വവ്യാപിയാമിയാമിയാമാരാധനയിൽ ചേരുന്നു.
ശ്രദ്ധയിൽ നീ സായി റാം വൃദ്ധിയിൽ മായി റാം പ്രത്യക്ഷനായി ഞാൻ നീ